Hey everyone, this is Meeshara. Welcome back to a new video. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാണ്, ആ ഒരു ചാപ്റ്ററിന്റെ ഹോൾ സമ്മറിയും കാര്യങ്ങളും നൽകുകയാണ്. അതേപോലെ റിട്ടേൺ സമ്മറിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Trills and Thrills Bird Watching in India. This excerpt describes Dr. Salim Ali's experiences as a bird watcher and shows that ornithology is peaceful but can still be full of surprises and danger. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ സാലിം അലി, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്. എന്താണ് ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബേർഡ്സ്, ഈ പറയുന്ന പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർണിത്തോളജി എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഈ പറഞ്ഞ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ഒരു ആളാണ് ആര്, ഈ പറയുന്ന ഡോക്ടർ സാലിം അലി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഡോക്ടർ സാലിം അലി ആരാണ്, ഒരു അറിയപ്പെടുന്ന ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ ബേർഡ് വാച്ചിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡന്റും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഓർണിത്തോളജി എന്താണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. എന്നാൽ പോലും എന്തുണ്ട്, ഒരുപാട് അപകടം പിടിക്കുന്ന കാര്യങ്ങൾ എന്തിലുണ്ട്, ഈ പറയുന്ന ഓർണിത്തോളജിയിലുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഇന്ത്യ ഹാസ് സോ മെനി ബേർഡ്സ് ദാറ്റ് എനിവൺ ഹു എൻജോയ്സ് വാച്ചിങ് ദം ക്യാൻ ഫൈൻഡ് സംതിങ് ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പല തരത്തിലുള്ള ബേർഡ്സ് ഉണ്ടാവും, വളരെ വ്യത്യസ്തമാണ് പല തരത്തിലുള്ള ബേർഡ്സ് ഇവിടെ ഉണ്ടാകും, ഇന്ത്യയിൽ ഉണ്ടാകും. സോ ഈ പറയുന്ന ബേർഡ് വാച്ചിങ് ഒക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ബേർഡ് വാച്ചിങ് ആസ്വദിക്കാൻ കഴിയും. കാരണം എന്താണ്, അത്രയ്ക്കും വെറൈറ്റി കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് മോർ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ഇൻ ബേർഡ് വാച്ചിങ്. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാണ്, കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ബേർഡ് വാച്ചിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലൂടെ. He talks about his early days when he loved taking photos of birds. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ പണ്ടത്തെ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പണ്ടൊക്കെ എന്ത് ചെയ്യലുണ്ട്, ഈ പറയുന്ന ബേർഡ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. പണ്ട് മുതൽ ഈ ബേർഡ് വാച്ചിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ് ആര്, ഈ പറയുന്ന സാലിം അലി. He would hide near nests for hours to watch them closely. അദ്ദേഹം എന്ത് ചെയ്യലുണ്ട്, ഈ പറയുന്ന കൂടിന്റെ അടുത്തൊക്കെ എന്ന് വെച്ചാൽ മരത്തുമ്പോൾ കയറിയിട്ട് കൂടിന്റെ അരികിലായിട്ട് എന്ത് ചെയ്യലുണ്ട്, ഇങ്ങനെ ഒളിച്ചു നിൽക്കലുണ്ട്. ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ബേർഡ്സിന്റെ കാര്യങ്ങളൊക്കെ, ഈ ബേർഡ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം എന്ത് ചെയ്യലുണ്ട്, അദ്ദേഹം ഫോട്ടോ എടുക്കലുണ്ട്, അതെല്ലാം ഒബ്സർവ് ചെയ്യലുണ്ട്. ഡ്യൂറിംഗ് ദിസ് ടൈം ഹി ലേൺഡ് ദാറ്റ് ബേർഡ്സ് ഡു നോട്ട് ഓൾവേസ് ബിഹേവ് ദ വേ ബുക്സ് ഡിസ്ക്രൈബ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എന്താണ്, ഇദ്ദേഹത്തിനോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ച്. ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, അതേപോലെ ആൾക്കാർ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഇദ്ദേഹം ബുക്കിൽ വായിച്ചിട്ടുള്ള ആ ഒരു ബേർഡ് വാച്ചിങ് ഉണ്ട്, അതേ അല്ല നേരിട്ടുള്ളതെന്ന്. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യവും ബുക്കിൽ വായിച്ച കാര്യം എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ഈവൻ ദോ ബേർഡ് വാച്ചിങ് ഈസ് പീസ്ഫുൾ, ദ ഫോറസ്റ്റ് ക്യാൻ ബി റിസ്കി. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന ബേർഡ് വാച്ചിങ് എന്താണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ പോലും ഈ പറയുന്ന ഫോറസ്റ്റിലൊക്കെ ചെന്നാൽ എന്താണ്, അത് വളരെ റിസ്ക്കിയാണ്. കാരണം ബേർഡ്സിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവും, കുറച്ച് അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ പ്ലേസസ് ലൈക്ക് കർണാടക ആൻഡ് കേരള വൈൽഡ് എലിഫന്റ്സ് സംടൈംസ് അപ്പിയർ സഡൻലി. ഈ പറയുന്ന കർണാടക കേരള പോലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യലുണ്ട്, വൈൽഡ് എലിഫന്റ്സ് അല്ലെ, ആനകളൊക്കെ എപ്പോഴും എന്ത് ചെയ്യലുണ്ട്, അപ്പിയർ ചെയ്യലുണ്ട്. എപ്പോഴും കോമൺ ആയിട്ടുള്ളതാണ് എന്ത്, അവിടെ ആനകളെ കാണപ്പെടുക എന്നുള്ളത്. സോ ഒരു ആനന്റെ കൺമുന്നിൽ പെടുക എന്നുള്ളത് എന്താണ്, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഫോറസ്റ്റ് എന്താണ്, വളരെ റിസ്കി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. They are rarely dangerous until the elephant is a rogue or a mother with a calf, but they can be frightening. അപ്പൊ അദ്ദേഹം വേറെ കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന എലിഫന്റ്, വൈൽഡ് എലിഫന്റിനെ കാണുക എന്ന് പറയുന്നത് അത്ര ഡേഞ്ചർ അല്ല. വൈൽഡ് എലിഫന്റ് അത്ര ഡേഞ്ചർ അല്ലെങ്കിൽ പോലും സപ്പോസ് ആ പറയുന്ന എലിഫന്റ് ഒരു റോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റയാനാണ്. എങ്ങാനും ആ ഒരു എലിഫന്റ് ഒരു ഒറ്റയാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫീമെയിൽ എലിഫന്റ്, അതിന്റെ കൂടെ അതിന്റെ കുഞ്ഞുണ്ട്, അവരുടെ ഇടയിലാണ് നമ്മൾ പെട്ടതെങ്കിൽ എന്താണ്, അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. വൈൽഡ് എലിഫന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതൊരു ഒറ്റയാന, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പെണ്ണാനും അതേപോലെ അതിന്റെ കുട്ടിയുടെ അരികിലാണ് നമ്മൾ പെട്ടതെങ്കിൽ അവിടെ എന്തുണ്ടാകും, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
എന്നാലും എന്താണ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഹി ഡിസ്ക്രൈബ്സ് എ മെമ്മറബിൾ ട്രിപ്പ് ഓൺ ദ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ ഇൻ 1946. അങ്ങനെ എന്ത് ചെയ്യാണ് ഡോക്ടർ സാലിം അലി തനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറബിൾ ഇൻസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ട് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ, ഏത് വർഷമാണ് 1946 കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഹി മെറ്റ് ആൻ ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് നെയ്മഡ് ബാരോൺ ഒമർ റോൾഫ് ഹു വാണ്ടഡ് ടു ജോയിൻ ഹിം ദ നെക്സ്റ്റ് മോർണിംഗ്. അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ പറയുന്ന കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരാളെ മീറ്റ് ചെയ്യാണ്. അയാളുടെ പേരാണ് എന്ത് ബാരോൺ ഒമർ റോൾഫ് എന്ന് പറയുന്നത്. അദ്ദേഹം ആരാണ്? ഒരു ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്, അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, ഇതെല്ലാം പഠിക്കുന്ന ആ ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആന്ത്രോപോളജി എന്ന് വിളിക്കുക. ഓക്കെ, ഹ്യൂമൻ ബീങ്സിന്റെ കൾച്ചർ, ട്രഡീഷൻ ഒക്കെ പഠിക്കുന്നതിനാണ് ആ ഒരു പഠനത്തെയാണ് നമ്മൾ ആന്ത്രോപോളജി എന്ന് വിളിക്കുക. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഈ പറയുന്ന ബാരോൺ ഒമർ റോൾഫ് ആരാണ്? ഒരു ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ഓർണിത്തോളജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഫേവറേറ്റ് ആന്ത്രോപോളജിയാണ്, സെക്കൻഡ് ഫേവറേറ്റ് എന്താണ്? ഓർണിത്തോളജിയാണ്, ഈ പറയുന്ന പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം. അങ്ങനെ ഈ പറയുന്ന സാലിം അലിനെ മീറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം ഇദ്ദേഹം എന്ത് ചെയ്യാണ്? സാലിം അലിന്റെ കൂടെ വരാൻ തയ്യാറാവുകയാണ്. ഈ പറഞ്ഞ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലിം അലിന്റെ കൂടെ വരാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ടുഗദർ വിത്ത് എ ഫോറസ്റ്റ് ഗാർഡ് ദേ വാക്ക്ഡ് ത്രൂ ടോൾ ഗ്രാസ് ലുക്കിംഗ് ഫോർ എ ബേർഡ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവരൊരു നാരോ പാത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഒരു ഇടുങ്ങിയ വഴി. ഓക്കെ, അതാണ് നാരോ പാത്ത്. ഒരു ഇടുങ്ങിയ വഴി കൂടെ നടന്നു പോവാണ്. അതിന്റെ തൊട്ടപ്പുറപ്പുറം എന്താണ്? നല്ല ടോൾ ഗ്രാസ്, നല്ല നീണ്ട പുല്ലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ആ പുല്ലുകളുടെ ഇടയിലാണ് ഈ ഒരു ഇടുങ്ങിയ വഴി ഉള്ളത്. ആ ഒരു ഇടുങ്ങിയ വഴി കൂടെ എന്ത് ചെയ്യാണ്? ഇവര് നടന്നു പോവാണ് ചെയ്യുന്നത്. സഡൻലി ദേ സോ എ ബിഗ് എലിഫന്റ് കമ്മിങ് ടുവാർഡ്സ് ദം ഓൺ ദ സെയിം നാരോ പാത്ത്. അങ്ങനെ ഈ പറയുന്ന വഴി കൂടെ ഇവരിങ്ങനെ നടന്നു പോണ സമയത്ത് ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എലിഫന്റ് വരുന്നതായിട്ട് ഇവർ കണ്ടിട്ടുണ്ട്. ഡോക്ടർ സാലിം അലി സിഗ്നൽഡ് ഒമർ ടു റൺ ആൻഡ് ബോത്ത് ഓഫ് ദം റാൻ ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ്. അങ്ങനെ ആ ഒരു എലിഫന്റിനെ കണ്ടപ്പോൾ, കാരണം ഈ പറയുന്ന ഡോക്ടർ സാലിം അലി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒമർ ഉള്ളത്. അപ്പൊ ഓപ്പോസിറ്റ് നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ആനനെ കാണുകയാണ്. അപ്പൊ ഈ പറയുന്ന സാലിമൽ എന്തെങ്കിലും തുടങ്ങിയിട്ട് തിരിഞ്ഞിട്ട് ഈ പറയുന്ന ഒമറിന് സിഗ്നൽ കാണിക്കുകയാണ്. ആന വരുന്നുണ്ട്, ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് സിഗ്നൽ കാണിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? അവർക്ക് കഴിയുന്ന അത്രത്തോളം സ്പീഡിൽ റാൻ ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ്, അവർക്ക് കഴിയുന്ന അത്രത്തോളം സ്പീഡിൽ അവർ ഓടാൻ തുടങ്ങിയാണ്. ഒമർ റാൻ ഈവൻ ഫാസ്റ്റർ ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി ആഫ്റ്റർ എ ലോങ് ഡിസ്റ്റൻസ്. ഒമർ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഭയങ്കര സ്പീഡിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര സ്പീഡിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ അത്യാവശ്യം ഒരു ലോങ് ഡിസ്റ്റൻസ്, വളരെ ദൂരെത്തിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? അവർ രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലേറ്റർ they found out that the elephant had not even noticed them and had walked away into the grass. പിന്നെയാണ് അവിടെ എത്തിയപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്. ഈ ഒരു എലിഫന്റ് എന്ത് ചെയ്തിട്ടില്ല, ഇവരെ കണ്ടിട്ട് പോലും ഇല്ല. സംഭവം എന്താണ്? ഈ പറയുന്ന ഡോക്ടർ സാലിം അലി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് ഒരു എലിഫന്റ് വരുന്നത് കാണുന്നത്. സംഭവം എലിഫന്റ് ഇവരെ കണ്ടിട്ടില്ല, ഇവർ എലിഫന്റിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർ പേടിച്ച് ഓടിയതാണ്. പക്ഷെ പിന്നീടാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, ആ ഒരു എലിഫന്റ് എന്ത് ചെയ്തിട്ടില്ല, ഇവരെ കണ്ടിട്ട് കൂടിയില്ല. എന്നിട്ട് ആ ഒരു എലിഫന്റ് എങ്ങോട്ടേക്കാണ്? ആ പുല്ലുകളുടെ ഇടയിൽ കൂടെ പോയിട്ട് ഡിസപ്പിയർ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, He also remembers a very dangerous moment in 1945. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതും ഏത് വർഷമാണ് ഉണ്ടായിട്ടുള്ളത്? 1945 ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. While walking on a narrow Himalayan trail on his way from Almora to the Lippu Lake Pass, the route that leads to Lake Mansarovar and Mount Kailas. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇദ്ദേഹം എവിടേക്ക് പോവാണ്? ഈ ഹിമാലയൻ ട്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയുള്ള ആ ഒരു ട്രെയിൽ എന്ന് പറഞ്ഞ പാത, ആ ഒരു പാതയിലൂടെ എന്ത് ചെയ്യാണ്? ഹിമാലയുള്ള ആ ഒരു പാതയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. അതും വളരെ ഇടുങ്ങിയിട്ടുള്ള ഒരു പാതയാണ്. അതാണ് എന്ത്? നാരോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇടുങ്ങിയിട്ടുള്ള ആ ഒരു പാതയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. അത് എങ്ങോട്ടേക്കാണ് പോണത്? ഈ പറയുന്ന അൽമോറയിൽ നിന്ന് ലിപ്പുലേക്ക് കടന്നിട്ട് നേരെ ലേക്ക് മാനസരോവറിലേക്കാണ് പോണത്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന അൽമോറ കടന്നിട്ട് ലിപ്പു ലേക്കിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? മാനസരോവർ അല്ലെ, ലേക്ക് മാനസരോവർ, അതേപോലെ മൗണ്ട് കൈലാസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പോണത്. സോ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ത് ചെയ്യണത് ഇനി അങ്ങോട്ടേക്ക് പറയണത്. One side of the path had a steep rock wall and the other side had a huge drop down to the Kali river flowing far below. അപ്പൊ ഈ ഒരു റൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു വഴി, ഈ ഒരു പാതയുടെ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈ പറയുന്ന കല്ല് കൊണ്ടുള്ള ഒരു മതില് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാൻ സാധിക്കും ആ ഒരു ഇമേജ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് എന്താണ്? ഈ പറയുന്ന
കല്ലുകൾ കൊണ്ടുള്ള മതിലാണ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാം. അതേപോലെ തന്നെ മറുഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന കാളി റിവർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, എന്ന് വെച്ചാൽ നല്ല ആഴത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന കാളി റിവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. While trying to observe a tiny yellow-napped hyena, he stepped back without noticing how close he was to the edge. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്താണ് ഈ പറയുന്ന ഒരു ബുഷിന്റെ ഇടയിൽ, ഒരു ബുഷിൽ അദ്ദേഹം ഒരു പക്ഷീനെ കാണുന്നത്. ആ ഒരു പക്ഷീന്റെ പേരാണ് എന്ത്, ഒരു ബേർഡ് അല്ലെ, അതിന്റെ പേരാണ് എന്ത്, യെല്ലോ നാപ്ഡ് യുഹീന എന്നുള്ളത്. സോ നമുക്കറിയാം അദ്ദേഹം ആരാണ്, ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ബേർഡ്സിനെ കണ്ടാൽ ഒബ്സർവ് ചെയ്യും അല്ലെ. സോ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു പക്ഷിനെ കണ്ടപ്പോൾ, ആ ഒരു യെല്ലോ നാപ്ഡ് യുഹീന, ആ ഒരു ബേർഡിനെ കണ്ടപ്പോൾ തന്റെ ക്യാമറയും കാര്യങ്ങളും എടുത്തിട്ട് അതിലൂടെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോസ് അതേപോലെ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആ പക്ഷി കുറച്ച് അങ്ങോട്ടേക്ക് ഒന്ന് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ബാക്കോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു ഇഞ്ചും കൂടി ബാക്കോട്ടേക്ക് പോയാൽ നേരെ താഴെ വീഴും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, a quick glance over his shoulder made him realize he was inches away from falling into the abyss. അങ്ങനെയാണ് അദ്ദേഹം ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ അദ്ദേഹം ആ ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യണം, ബാക്കോട്ടേക്ക് നടക്കുകയാണ്. അപ്പൊ ഇനി ഒരു ഇഞ്ചും കൂടി നടന്നാൽ എന്ത് ചെയ്യും, അദ്ദേഹം നേരെ താഴെ വീഴും അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം, വെറുതെ ഒന്ന് ഷോൾഡർമേലേക്ക് നോക്കിയതാണ്. ഓക്കെ, വെറുതെ ഒന്ന് ഷോൾഡർമേലേക്ക് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്, അദ്ദേഹം ഈ ഒരു കാഴ്ച കാണുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ആഴമുള്ളത്, ഓക്കെ, ആ ഒരു കാളി റിവർ എന്ത് ചെയ്യണത് അദ്ദേഹം കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത്. അദ്ദേഹം എന്താണ്, ആ പറയുന്ന എഡ്ജിന്റെ അവിടെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എഡ്ജിന്റെ ഒരു ഇഞ്ച് മുമ്പാണ് നിൽക്കുന്നത്. ഒന്നും കൂടി അങ്ങോട്ട് ബാക്കോട്ടേക്ക് പോയാൽ എന്ത് ചെയ്യും, അദ്ദേഹം താഴെ വീഴും എന്നുള്ള കാര്യം അദ്ദേഹം അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. In the end, he says bird watching has given him happiness for more than 50 years. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ പറയണ ഇതിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന ബേർഡ് വാച്ചിങ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ടെന്ന്. ഏകദേശം എത്ര വർഷം, ഫോർ ഓൾമോസ്റ്റ് 50 years അല്ലെ, 50ഓളം വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ബേർഡ് വാച്ചിങ് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട് ഏകദേശം 50ഓളം വർഷമായി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ജോയ്ഫുൾ ഹോബി ദാറ്റ് നീഡ്സ് നോ എക്സ്പ്ലനേഷൻ. അപ്പൊ ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയുള്ള ഒരു ജോലിയാണ്. അതിന് പ്രത്യേകിച്ച് എന്ത് വേണ്ട, ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വേണ്ട എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഓക്കെ, സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.